ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഈവനിങ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ബനാന കയപ്പോഴാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിവിടെ ബനാന കേക്കും എന്ന് പറയും കേട്ടോ അതിന്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെറുതാക്കി ബനാന കട്ട് ചെയ്യട്ടോ. ഞാനിവിടെ 4 ബനാന എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ബനാന മതി കേട്ടോ ഒരു കേക്ക് ഉണ്ടാക്കാൻ. ഇവിടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ 4 ബനാന എടുത്തിട്ടുണ്ട്. ഞാൻ 2 കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത ബനാന വേണം കേട്ടോ അതിന്. അപ്പോൾ ഒന്നും കൂടി കേക്ക് നല്ല അടിപൊളി ആകുള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ബനാന ഞാൻ നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ചെറുതാക്കി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ബനാന കേക്കിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നട്ട്സ് നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ. അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് തോനെ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കേക്കിനാണ് കേട്ടോ ഇന്ന് 2 കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം നമ്മളൊരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബട്ടറിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഈ കേക്കിൽ. എന്നിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല മുരിഞ്ഞ് വരട്ടെ. ഈ ബട്ടറിൽ കിടന്നത് നല്ല അടിപൊളിയായി മുരിഞ്ഞ് വരണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലാഞ്ഞാൽ കരിഞ്ഞ് പോകും. ഇത് നമുക്ക് ഇനി കോരി മാറ്റാം കേട്ടോ. ഇനി ആ ബട്ടർക്ക് തന്നെ ഈ പഴ നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ പകുതിയേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ, അടുത്ത കേക്കിന് വേണ്ടിയിട്ടാണ്. ബാക്കി നല്ല വാട്ടിയെടുക്കണം കേട്ടോ. ബ്രൗൺ കളറാവണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോയി നല്ല അറിയണം കേട്ടോ. ഇനി ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റിയെടുക്കാം കേട്ടോ. ഞാൻ 5 മുട്ടയാണ് കേട്ടോ എടുത്തത്. ഇനി നമുക്കൊരു മിക്സി എടുത്തിട്ട് അതിലേക്ക് ഈ മുട്ട പൊട്ടിച്ചിടണം കേട്ടോ. 5 മുട്ടയും ഇതിലേക്ക് ഓരോന്നായി പൊട്ടിച്ചിടാം കേട്ടോ. നമ്മൾ നല്ലോണം സൂക്ഷിച്ച് പൊട്ടിക്കണം കേട്ടോ, അല്ലാഞ്ഞാൽ മിക്സിക്ക് നേരെ ചാടും. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു 6 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നല്ല മധുരം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരു മീഡിയം ടൈപ്പ് മധുരം ഇതിലേക്ക് രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് മാക്സിമം മധുരം കുറച്ച് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഒരു 6 ടേബിൾ സ്പൂണൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു കേക്ക് നമ്മൾ 3 സ്പൂണ് വെച്ച് എടുത്താൽ മതി, അപ്പോൾ കറക്റ്റ് മധുരമാവും. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പാൽപ്പൊടി കലക്കിക്കാണ്ട് ചുടുവെള്ളത്തിൽ കലക്കി ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിൽ നല്ലോണം അടിച്ച് എടുക്കുക. നല്ല അടിക്കണം കേട്ടോ, അപ്പോൾ നല്ല കേക്ക് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ആ ബാറ്ററി ഒരു പാത്രത്തേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബനാന ഒരു പാത്രത്തിലേക്ക് വാട്ടിയെടുത്ത് ചീന അത് ഇതിലേക്ക് പകുതി ഇട്ട് കൊടുക്കുക. പകുതി ഞാനൊരു കേക്കും കൂടി ഉണ്ടാക്കണ്ടേ, അതിക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത്. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. നല്ലോണം മിക്സാക്കണം, എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി വെക്കുക. ഇനി നമ്മളൊരു ഗ്യാസിൽ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ലോണം മെൽറ്റായി വരട്ടെ കേട്ടോ, എല്ലാ ഭാഗത്തേക്കും മെൽറ്റായി വരട്ടെ കേട്ടോ. എന്നിട്ട് ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നല്ല വടിച്ചെടുത്ത് ഫുള്ളും ഒഴിച്ച് കൊടുക്കട്ടോ. ഈ പൊങ്ങി നിൽക്കണ ബനാനകളൊക്കെ ഇതുപോലെ ഇങ്ങനെ താത്തി കൊടുക്കട്ടോ. നല്ലോണം താന്ന് നിൽക്കട്ടെ കേട്ടോ, മുട്ടിയിലിങ്ങനെ കിടക്കട്ടെ. നമ്മൾ ഗ്യാസ് നല്ലോണം സിമ്മിലിടണം കേട്ടോ, അല്ലാഞ്ഞാൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലോ, വറുത്ത് മാറ്റി വെച്ചത്, അത് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഓരോന്നായി വെച്ച് കൊടുക്കട്ടോ. കേക്ക് ഇങ്ങനെ കുറച്ച് ആയതിൻ്റെ ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, അല്ലാഞ്ഞാൽ താന്നു പോകും അടിക്ക്. ഗ്യാസ് സിമ്മിലിടണം കേട്ടോ. ഇനി നമ്മൾ കേക്ക് മറിച്ചിട്ട് കണ്ട് ഒന്നും കൂടി വേവിപ്പിക്കണം കേട്ടോ. മേലെ ഭാഗം ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടോ, നല്ല നന്നായിട്ടുണ്ട് കേട്ടോ.